അല്ല, ഇനി ഈ യൂട്യൂബ് എങ്ങാനും അടിച്ചു പോവോ? എനിക്കറിഞ്ഞൂടാ കേട്ടോ. ഇൻഡിപെൻഡൻസ് ഡേയുടെ ഹലോ, ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഒരുപാട് നാളായി ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെ എനിക്കറിയത്തില്ല, പിന്നെ ഈ ഇൻഡിപെൻഡൻസ് ഡേയുടെ ഇത് ഇടുന്നതുകൊണ്ട് എനിക്കറിയത്തില്ല എന്താകുമെന്ന്. മോളുടെ ഷോർട്ട് വീഡിയോ ഞാൻ ഇതിട്ടപ്പോഴത്തേക്കും കമൻറ്റ് ഓഫായിരുന്നു, കിഡ്സിൻ്റെ എന്നും പറഞ്ഞിട്ട്. പക്ഷേ എനിക്കറിഞ്ഞൂടാ, ആ ഒരു ഇത് കഴിഞ്ഞു. അപ്പം അതൊന്നും എനിക്കറിഞ്ഞൂടാ. അപ്പം ഞാൻ എല്ലാം ഓർണമെൻറ്റ്സൊക്കെ ഇട്ട് കൊടുക്കാൻ നോക്കുക. ഇതുപോലത്തെ ഡ്രസ്സാണ് കേട്ടോ, നമ്മൾ റെൻറ്റിനാണ് കിട്ടിയത്. നമ്മുടെ ഡാൻസ് ടീച്ചറിൻ്റെ ഒരു ഷോപ്പുണ്ട്, അവിടെ നിന്നാണ് എടുത്തത്. അപ്പം നമ്മളവിടെ എൻ്റെയും ഒരു ഡാൻസിൻ്റെ വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ വീഡിയോ കുറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. സൂര്യ രജീഷ് എന്നാണ് ഇൻസ്റ്റഗ്രാം ID കേട്ടോ. കയറി കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ഡാൻസ് വീഡിയോസൊക്കെ ഉണ്ട്, നമ്മളെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മോള് ഭാരത് മാതായിട്ട് ഒരുങ്ങുമല്ലേ, അപ്പോൾ എന്നാൽ പിന്നെ ആ വീഡിയോയ്ക്കകത്ത് എടുക്കാമെന്ന് പറഞ്ഞ ടീച്ചറിന് അങ്ങോട്ട് ശരിയാകുന്നില്ല. ഞാൻ ഒരുക്കിയിട്ട് അപ്പോൾ പിന്നെ ടീച്ചറൂടെ വന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ ടീച്ചർ ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ എല്ലാ കാര്യത്തിനും. ഈ ഒരു സംഭവമാണെങ്കിൽ പോലും സ്കൂളിലേക്കാണെങ്കിലും വന്നെല്ലാം ഒരുക്കി തന്നു കേട്ടോ. അത്രയും ജോലി തിരക്കിനിടയിലും നമുക്ക് വന്നെല്ലാം ഹെൽപ്പ് ചെയ്ത് തന്നു ടീച്ചർ. എല്ലാം മേക്കപ്പ്, എനിക്കിതിനെ പറ്റിയിട്ട് ABCD അറിയത്തില്ല, അതുകൊണ്ട് തന്നെ ടീച്ചർ വന്നെല്ലാം ഹെൽപ്പ് ചെയ്ത് തന്നു. പിന്നെ ആ കുട്ടിയില്ലേ, അപ്പോൾ പോയ അതാണ് എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് തന്നെ കേട്ടോ. പിന്നെ ഈ പുട്ടിയിടൽ പരിപാടി എനിക്ക് പണ്ടേ അറിഞ്ഞുകൂടാ. പിന്നെ അവിടെയുള്ള കുട്ടികളാണ് കേട്ടോ, ഭയങ്കര രസമാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ. കൃഷ്ണവേണി, എന്താ പറയുക, അവരെല്ലാം ഭയങ്കര നമ്മളോട് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന കുട്ടികളായിരുന്നു. എനിക്കാണെങ്കിൽ കണ്ണെഴുതാൻ പോലും അറിയത്തില്ല. എനിക്ക് സ്വന്തമായിട്ട് അറിയാമെങ്കിലും അത്ര ശരിയില്ല. അപ്പോൾ അതുകൊണ്ട് മോളെ വിളിച്ചു. മോള് വന്നിട്ട് എഴുതി തന്നു കേട്ടോ. അദ്ദേഹത്തിന് കണ്ണെഴുതുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ മോളെ ഒന്ന് എഴുതാൻ വന്നപ്പോൾ അന്നേരം വന്നു കേട്ടോ, എല്ലാം റെഡിയാക്കി തന്നു. നല്ല മനോഹരമായിട്ട് തന്നെ അവളത് ചെയ്തു തന്നു. അത് വലിയൊരു കാര്യമാണ്. കിഡ്സ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് അറിയത്തില്ല, അതങ്ങനെ കമൻറ്റ് ഓഫായി പോയത്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണേ. ഇൻഡിപെൻഡൻസ് ഡേയുടെ നാളെ തന്നെ ഇടണമല്ലോ, അപ്പം പെട്ടെന്നാണ് ഗ്രൂപ്പിൽ മെസ്സേജ് വന്നത്. എനിക്ക് പിന്നെ ചെയ്യാം. നേരത്തെ മോൾ ജാൻസി റാണിയുടെ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇദ്ദേഹത്തിന് അതൊക്കെ ഇഷ്ടമാണ്, അപ്പം ഒരുങ്ങുന്നതൊക്കെ, അതുകൊണ്ടാണ് ഇതിട്ടത്. അപ്പോൾ മോൾ എല്ലാം വന്ന് ചെയ്ത് തന്നു കേട്ടോ. ആൻറ്റി വീഡിയോ എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിരുന്നു ആൾ. അപ്പം ഇത് ഒരുങ്ങുമ്പോൾ തന്നെ അറിയാം ആളിന് ഭയങ്കര സന്തോഷമാണ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെന്താ പറയുന്നത്, ഇതെല്ലാം മേക്കപ്പൊക്കെ ചെയ്ത് പിന്നെ വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ കുറേ സമയമായി ഇറങ്ങിയപ്പോൾ. പിന്നെ ഭയങ്കര മഴയൊക്കെ ആയിരുന്നു കേട്ടോ. എനിക്ക് പിന്നെ ടീച്ചർ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ടായിരുന്നു, ശരിയായോ എന്നൊക്കെ. അങ്ങനല്ല ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതായിരുന്നു. പിന്നെ അവിടെ കുട്ടികളുടെ അമ്മയുണ്ടായിരുന്നു, അമ്മമാർ വരും. അപ്പോൾ അവരുമായിട്ടൊക്കെ ഇങ്ങനെ കത്തിയിടിച്ച് കുറേ സമയം ആയി. കണ്ട ഒരുങ്ങിയപ്പം ഒരു കല്യാണപ്പെണ്ണ് ലുക്കൊക്കെ, ആ ഡ്രസ്സ് ഒഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ പൂവൊക്കെ വെച്ച് ഭയങ്കര സന്തോഷമാണ് മോൾക്കിത് ഒരുങ്ങുന്നത്. അപ്പോൾ എന്തായാലും അയ്യോ, പിന്നെന്താ, പരീക്ഷയാണ്, 18-ാം തീയതി പരീക്ഷ തുടങ്ങുകയാണ്. അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പഠിച്ചില്ലല്ലോ. ടീച്ചർ പറഞ്ഞു അതല്ല, ഇതൊക്കെ ഒരു എപ്പോഴും കിട്ടുന്ന ഒരു സംഭവമല്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ വലിയ മഴയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക്. പിന്നെ ടീച്ചർ പൊട്ട് തൊടാൻ വന്നപ്പോഴേക്കും എന്താ തെറ്റിപ്പോയി. പിന്നെ അതെല്ലാം തുടച്ച് ആകെ കുലുമാലായോ. പിന്നെ കുറേ ഫോട്ടോസ് എടുത്തു, നല്ല രസമായിരുന്നു. ദേവിയായിട്ടൊക്കെ അങ്ങനെ എൻ്റെ കണ്ണും വെച്ചോണ്ട് ഇരിക്കുന്നുണ്ടോ. പിന്നെ മക്കളുടെ പ്രാക്ടീസ് വീഡിയോ ആണ് കേട്ടോ. അടിപൊളിയാണ്. ഇവർ ഭയങ്കര എനർജിയായിട്ട് നല്ല സൂപ്പറായിട്ട് കളിക്കും ഈ മക്കൾ. എന്തായാലും നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പോയി കാണണം കേട്ടോ ഇവരുടെ വീഡിയോസ്. ഫേസ്ബുക്കിലും സൂര്യ രജീഷ് എന്നാണ് പേര് കേട്ടോ. നൃത്താലയ ഡാൻസ് സ്റ്റുഡിയോ ആണ് കേട്ടോ. അടിപൊളിയാണ്. ഞാനും അവിടെ പഠിക്കുന്നുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം. വീഡിയോയിൽ ഈ ഡ്രസ്സ് കണ്ടോ, ഇതൊക്കെ റെൻറ്റിന് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. പിന്നെ ഞാൻ മോളെ നമുക്ക് സ്കൂളിലേക്ക് അയച്ചു കൊടുക്കണമായിരുന്നു, നമുക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ. അപ്പോൾ അതിന് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എനിക്കറിഞ്ഞൂടാ, എന്നാലും ഞാൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞു. പിന്നെ ഞാൻ കുറേ ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടേ, കാണാൻ മറക്കല്ലേ. അങ്ങനെ എല്ലാവർക്കും
എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ.